നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു ചെറിയൊരു കുറിപ്പ്. ഇതെനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു കുറിപ്പാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇതിൽ പലരും ചിലപ്പോൾ ഇത് വായിച്ചിട്ടുണ്ടാവാം. എന്നാലും എൻ്റേതായ രീതിയിൽ ഞാനിത് നിങ്ങളോട് പറയുകയാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അച്ഛന് പ്രായമായി തുടങ്ങിയിരിക്കുന്നു. നടക്കുമ്പോൾ മതിലിലും ഭിത്തിയിലും ഒക്കെ പിടിച്ച് നടക്കും. അതിൻ്റെ ഫലമായിട്ട് അച്ഛൻ തൊടുന്നിടത്തെല്ലാം ചുമരുകളിൽ നിറം മങ്ങുകയും ചുമരുകളിൽ അച്ഛൻ്റെ വിരലടയാളം പതിയുകയും ചെയ്തു. എൻ്റെ ഭാര്യ അത് കണ്ടുപിടിച്ചു. വൃത്തിപ്പോയി എന്ന് അവൾക്ക് മാത്രം തോന്നിയ ചുവരുകളെക്കുറിച്ച് പലപ്പോഴും പരാതി പറയും. ഒരു ദിവസം അച്ഛന് തലവേദന വന്നു, വളരെ അസഹ്യമായ തലവേദന. അപ്പോൾ അയാൾ ഒരു കാര്യം ചെയ്തു. കുറച്ച് എണ്ണയെടുത്ത് സ്വയം തലയിലൊന്ന് മസാജ് ചെയ്ത് നോക്കി. അതോടെ കയ്യിലൊക്കെ എണ്ണ പുരണ്ടു. എണ്ണമയമുള്ള കൈ തൊട്ട് നടക്കുമ്പോൾ ചുമരുകളിൽ എണ്ണപ്പാടുകളും പ്രത്യക്ഷമാവാൻ തുടങ്ങി. ഇത് കണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. അവൾ എന്നോട് നിലവിളിച്ച് പറഞ്ഞു, നടക്കുമ്പോൾ അച്ഛനോട് ചുവരുകളിൽ തൊടരുതെന്ന് ഒന്ന് പറയണം എന്ന്. തുടർന്ന് ഞാൻ അച്ഛനോട് കയർക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു. അച്ഛൻ വളരെ വേദനയോടെയാണ് എന്നെ നോക്കിയത്. എൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് ഒരു പക്ഷേ ആ സമയത്ത് ലജ്ജ തോന്നി. പക്ഷേ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. പുറത്ത് നടക്കുന്നതിനിടയിൽ അച്ഛൻ മതിലിൽ പിടിച്ചു നിന്ന് കിതയ്ക്കുമായിരുന്നു. പിന്നീടൊരു ദിവസം പിടിവിട്ട് താഴെ അദ്ദേഹം വീണു. കിടപ്പിലായ അദ്ദേഹം താമസിയാതെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞുപോയി. പിന്നീട് പലപ്പോഴും എനിക്ക് ആ കാര്യം ആലോചിച്ച്, അന്നത്തെ സംഭവം ആലോചിച്ച് കുറ്റബോധം തോന്നാറുണ്ടായിരുന്നു. അച്ഛൻ്റെ ഭാവങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. താമസിയാതെ അദ്ദേഹത്തിൻ്റെ വിയോഗം എനിക്ക് കൂടുതൽ വേദനയുണ്ടാക്കി. കുറച്ചു കാലത്തിന് ശേഷം വീട് പെയിൻറ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പെയിൻറ് ചെയ്യുന്നവർ വന്നപ്പോൾ മുത്തശ്ശനെ കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ മകൻ അച്ഛൻ്റെ വിരലടയാളം വൃത്തിയാക്കാനും ആ ഭാഗങ്ങൾ മായ്ക്കാനും പെയിൻറ് ചെയ്യുന്നവരെ അനുവദിച്ചില്ല. പെയിൻറ് ജോലിക്കാർ വളരെ നല്ലവരും നല്ല ഐഡിയ ഉള്ളവരായിരുന്നു. അച്ഛൻ്റെ വിരലടയാളങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഈ അടയാളങ്ങൾക്ക് ചുറ്റും മനോഹരമായ ഒരു വൃത്തം വരച്ച് തനതായ ഒരു ഡിസൈൻ അവർ സൃഷ്ടിച്ചു. പിന്നീട് അച്ഛൻ്റെ കൈമുദ്ര പതിഞ്ഞ ചുവരിലെ ആ ചിത്രകല ഞങ്ങളുടെ വീടിൻ്റെ ഹൈലൈറ്റായി മാറുകയും ചെയ്തു. ഞങ്ങളുടെ വീട് സന്ദർശിക്കുന്ന ഓരോ വ്യക്തിയും ഞങ്ങളുടെ അതുല്യമായ ആ രൂപകൽപ്പനയെ അഭിനന്ദിക്കാറുണ്ടായിരുന്നു. കാലം ചെല്ലുന്തോറും എനിക്കും വയസ്സായി. ഇപ്പോൾ എനിക്ക് നടക്കാൻ മതിലിൻ്റെ താങ്ങ് ആവശ്യമായി വന്നിരിക്കുന്നു. ഒരു ദിവസം നടക്കുമ്പോൾ അച്ഛനോടുള്ള എൻ്റെ ആ കയർത്ത വാക്കുകൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് ഓടി വന്നു. ഉടനെ മതിലിൽ പിടിക്കാതെ ഞാൻ നടക്കാനൊന്ന് ശ്രമിച്ചു നോക്കി. എൻ്റെ മകൻ ഇത് കാണുന്നുണ്ടായിരുന്നു. അവൻ ഉടനെ എൻ്റെ അടുത്ത് വന്ന് നടക്കുമ്പോൾ മതിലുകളിൽ പിടച്ച് നടക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു. നിശബ്ദമായി കണ്ണുകൾ നീരണിയുന്നത് അവൻ കാണാതിരിക്കാൻ ഞാൻ താഴോട്ട് നോട്ടം മാറ്റി. മതിലിൽ തൊടാതെ ഞാൻ ലേശം നടന്നു നോക്കി. ഞാൻ വീഴുമോ എന്ന ആശങ്ക ഉണ്ടായപ്പോൾ മകൻ്റെ കൈ എന്നെ ചേർത്ത് പിടിക്കുന്നത് എനിക്ക് എൻ്റെ പുറത്ത് അനുഭവപ്പെട്ടു. ഇതെല്ലാം കണ്ടുനിന്നിരുന്ന എൻ്റെ ചെറുമകൾ, മകൻ്റെ മകൾ, ഉടൻ തന്നെ മുന്നോട്ട് വന്ന് അവളുടെ തോളിൽ കൈവച്ച് നടക്കാൻ സ്നേഹപൂർവ്വം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ഏതാണ്ട് നിശബ്ദമായി ഉള്ളിൽ കരയാൻ തുടങ്ങിയിരുന്നു. എൻ്റെ പിതാവിന് വേണ്ടി ഞാനും ഇതൊക്കെ അന്ന് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം കുറേ നാൾ കൂടി ഞങ്ങളോടൊപ്പം ജീവിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കൊച്ചുമകൾ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സോഫയിലിരുത്തി. എന്നിട്ട് എനിക്ക് കാണിച്ചു തരാൻ അവളുടെ ഡ്രോയിങ് ബുക്ക് എടുത്തു. ടീച്ചർ അവളുടെ ഡ്രോയിങ്ങിനെ അഭിനന്ദിക്കുകയും മികച്ച അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നത് ഞാനതിൽ കണ്ടു. ഞങ്ങളുടെ വീടിൻ്റെ ചുമരുകളിലെ അച്ഛൻ്റെ കൈമുദ്രയായിരുന്നു അവൾ ബുക്കിൽ വരച്ച ആ രേഖാചിത്രം. അതിന് കീഴെ അവളുടെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: എല്ലാ കുട്ടികളും മുതിർന്നവരെ ഓരോ രീതിയിൽ സ്നേഹിക്കട്ടെ. ഞാൻ തിരികെ എൻ്റെ മുറിയിൽ വന്ന് കരയാൻ തുടങ്ങി. ഇന്നില്ലാത്ത എൻ്റെ അച്ഛനോട് ഞാൻ ക്ഷമ ചോദിച്ചു. കാലത്തിനനുസരിച്ച് നാമും വൃദ്ധരാകുന്നു. നമുക്ക് നമ്മുടെ മുതിർന്നവരെ പരിപാലിക്കാം, നമ്മുടെ കുട്ടികളെയും അത് പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുറിപ്പ് നിർത്തുകയാണ്. നിങ്ങൾക്ക് കുറിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കുറിപ്പ് എഴുതിയ അജ്ഞാതനായ വ്യക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബൈ.